താൻ ദൈവിക കാര്യങ്ങൾക്ക് വളരെ പ്രാമുഖ്യം ജീവിതത്തിൽ കൊടുത്ത ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം അനേക വട്ടം താൻ വായിക്കുവാനും അതിലെ ധാരാളം വാക്യങ്ങൾ മനഃപ്പാഠമായിട്ട് തന്നെ ഹൃദിസ്ഥമാക്കുവാനും തക്കവണ്ണം തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ദൈവവചനം ഒരു വാക്ക് തെറ്റിച്ച് വായിച്ചാൽ ഉടനെ അത് കറക്റ്റ് ചെയ്യുന്ന രീതി തനിക്കുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ഉപദേശപരമായ വിഷയങ്ങൾ തനിക്ക് വളരെ ആഴത്തിൽ നിശ്ചയമുണ്ടായിരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ പെശകുകൾ വന്നാൽ താനത് അപ്പോൾ തന്നെ ആ പെശക് കറക്റ്റ് ചെയ്യുന്ന രീതിയും തനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർക്കുകയാണ്. 2 വർഷത്തിന് മുമ്പ് താൻ ബഹറിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബ്രദേഴ്സ് മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ ഞങ്ങളന്ന് വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സഹോദരൻ അത് വെളിപാട് പുസ്തകം എന്ന് പറയാനായിട്ടിടയായിത്തീർന്നു. താനത് അപ്പോൾ തന്നെ പറഞ്ഞു, വെളിപാടല്ല വെളിപ്പാട് പുസ്തകം എന്ന് കറക്റ്റ് ചെയ്ത് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. കിടക്കിയിലാകേണ്ടി വന്നു. എന്നിരുന്നാലും ഏകദേശം ഒരാഴ്ചയോളം മാത്രമേ തനിക്ക് സംസാരിക്കുവാനോ ഒന്നും കഴിയാതെ താനായിരുന്നു. എന്നാൽ കിടന്ന ആ ബാക്കിയുള്ള എല്ലാ സമയത്തും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, എല്ലാവരുടെ സ്നേഹാദരങ്ങൾ അറിയുവാൻ, എല്ലാവരും എങ്ങനെയിരിക്കുന്ന അന്വേഷിക്കുവാനൊക്കെ തനിക്ക് ഇടയായിത്തീരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപ്പച്ചനെ കടന്നു വന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് അപ്പച്ചൻ അങ്ങനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കടന്നു വന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ താൻ കിടന്ന ഈ കാലയളവിൽ മുഴുവൻ പ്രിയ ബിനോയും ശോഭയുമാണ് അപ്പച്ചനെ ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. വിശേഷാൽ നന്ദിയോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. തൻ്റെ പെൺമക്കൾ രണ്ടും ഇല്ലാതിരുന്ന ആ സ്ഥാനത്ത് പ്രിയ ശോഭ വളരെ അർപ്പണബോധത്തോടെ തൻ്റെ സ്വന്തം പിതാവിനെ ശുശ്രൂഷിക്കുന്നു. ആ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുക. ഞങ്ങളുടെ നന്ദിയെ ഈ തരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം ഇന്ന് മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.